വീഡിയോയിൽ ഞാൻ കാണിക്കാൻ പോകുന്നത് നമ്മുടെ അഡീനിയം ചെടികളുടെ മഴക്കാല സംരക്ഷണത്തിനെ കുറിച്ച് പറയാനാണ് കേട്ടോ. ഇവിടെയുള്ള ചെടികളിൽ മിക്കവാറും എല്ലാത്തിനും ബഡ്സും വന്നിട്ടുണ്ട്, പൂക്കൾ വിരിഞ്ഞിട്ടില്ല. അപ്പൊ ഇതിനെ നമ്മൾ എന്തൊക്കെ ടേക്ക് കെയർ ആണ് ചെയ്തിട്ടുള്ളത്? അപ്പൊ ഇത്തവണയാണ് നമ്മൾ ഏറ്റവും മേലെ പോളി ഹൗസ്, വീണ്ടും ഒരു പോളി ഹൗസും കൂടി ചെയ്തിട്ടുണ്ട്. അതായത് ഓപ്പൺ പോളി ഹൗസ് ആണ് ചെയ്തിട്ടുള്ളത്. 4 സൈഡും ഓപ്പൺ ആക്കി വെച്ചിട്ടുണ്ട്. വെച്ചാൽ ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടല്ലോ. അപ്പൊ ഇവരെയൊക്കെ സംരക്ഷിക്കണമെങ്കിൽ നമ്മൾ എന്തായാലും ഒരു സേഫ് സോണിലേക്ക് നമ്മൾ എത്തിക്കണം. അതാണ് ആദ്യത്തെ ഒരു പോയിന്റ് നമ്മൾ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇതിൽ കുറച്ച് കാര്യങ്ങളും ചെയ്തു കൊടുക്കാനുണ്ട്. അപ്പൊ അതൊക്കെ ഞാൻ ഈ ഒരു വീഡിയോയിനകത്ത് ഇൻക്ലൂഡ് ചെയ്യാം. മിക്കവാറും ആൾക്കാർ പറയാറുണ്ട് എന്റെ അഡീനിയം ചെടിയിൽ ഒരു ഇല പോലും ഇല്ല. ഇതുപോലെ ഇലകളൊക്കെ വളരെ കുറവായിരിക്കും ഈ ഒരു ടൈമിൽ. എന്നുവെച്ചാൽ മഴയായത് കാരണം നമുക്ക് എന്തായാലും അറിയാം ഇതൊരു ഡെസേർട്ട് റോഡ്സ് ആണ്. നമ്മൾ എന്തായാലും അതിനെ പ്രൊട്ടക്ട് ചെയ്യേണ്ടി വരും. ഓക്കെ, അപ്പം എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ഇതിൽ പ്രൊട്ടക്ട് ചെയ്യാൻ വേണ്ടി ചെയ്യേണ്ടത്? നമുക്കെല്ലാവർക്കും അറിയാം, മഴ എന്ന് പറഞ്ഞാൽ ശരിക്കും ചെടികളുടെ നല്ല വളർച്ചയ്ക്ക്, നല്ല ഗ്രോത്തിന് സഹായിക്കുന്നൊരു സംഭവമാണ്. പക്ഷേ അഡീനിയത്തിനെ സംബന്ധിച്ചിടത്തോളം കൂടിക്കഴിഞ്ഞാൽ അത് നമ്മുടെ കോഡെക്സ് കേടാക്കുകയും കൂടാതെ ഈ ഗ്രാഫ്റ്റഡ് ആയിട്ടുള്ള ചെടികളെ കംപ്ലീറ്റ് ആയിട്ട് നശിപ്പിക്കുകയൊക്കെ ചെയ്യും. അപ്പം നമുക്കതിന് ഞാനിപ്പം ഒരുപാട് പ്ലാന്റ്സ് ഉള്ളത് കാരണം ഈ ഒരു പോളിഷീറ്റിൻ്റെ ഉള്ളിലാണ് വെച്ചിട്ടുള്ളത്. അപ്പം ഇതിപ്പോൾ നിങ്ങൾ നോക്കിക്കേ, ഇത് നല്ലൊരു ചെടിയാണ്, നല്ലൊരു ഫ്ലവറും വന്നിട്ടുണ്ട്, 2 ഫ്ലവർ വന്നിട്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് പുല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ പുല്ലിനെ നമ്മൾ പൂർണ്ണമായിട്ട് ഒഴിവാക്കണം. ചെറിയ കാര്യമാണ്, പക്ഷേ ഒരുപാട് എണ്ണ ഉണ്ടാകും, നമുക്ക് ഇടയ്ക്ക് നോട്ടീസ് ചെയ്യാൻ ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇതിലൊക്കെ പുല്ല് വന്നിട്ടുണ്ട്. അപ്പോൾ കഴിഞ്ഞ ആഴ്ച ഞാൻ വൃത്തിയാക്കിയതേ ഉള്ളൂ, പക്ഷേ എന്നാലും വീണ്ടും വന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ അതൊരു ഡ്യൂട്ടിയാണ് ശരിക്കും. ഇത് എന്തായാലും നമ്മൾ ക്ലീൻ ഓഫ് ചെയ്യണം. അല്ലെങ്കിൽ ഈ പുല്ലാണ് നമ്മൾ കൊടുക്കണ വളത്തിനെ കംപ്ലീറ്റ് ആയിട്ട് വലിച്ചെടുക്കുക. അപ്പോൾ ഈ ചാണപ്പൊടി കൂടുമ്പം പെട്ടെന്ന് പുല്ലുകൾ കൂടി വരാനുള്ളൊരു ഇതുണ്ട് കേട്ടോ. അപ്പോൾ ഇത് നല്ലൊരു കളറാണ്, ഇത് ബ്ലൂം ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത് ഞാൻ ലാസ്റ്റിലേക്ക് നിങ്ങൾക്ക് കാണിച്ചു തരാം. മെയിനായിട്ട് നമുക്ക് ഇതിൽ വെള്ളം തങ്ങി നിൽക്കരുത്. അതേപോലെ തന്നെ ഗ്രാഫ്റ്റ് ഏരിയ ഒരിക്കലും കേടായി പോവാതെയും സൂക്ഷിക്കണം. ഇതൊക്കെ ഇപ്പോൾ ഗ്രാഫ്റ്റഡ് പ്ലാന്റ്സ് ആണ്. അപ്പോൾ ഇതിലൊക്കത്തിലും ശരിക്കും നിങ്ങൾ നോക്കിക്കഴിഞ്ഞാൽ എല്ലാത്തിലും മുട്ടുകളുണ്ട്. ഇലകൾ കൊഴിഞ്ഞു പോകണം, നിങ്ങൾ പേടിക്കേ വേണ്ട. അത് കാലാവസ്ഥയിൽ പെട്ടെന്ന് വരുന്ന ചേഞ്ചസ് കൊണ്ടാണ് അത് വരുന്നത്. മിക്കവാറും എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് എൻ്റെ ഇതിൽ ഇലകളേ ഇല്ല, ഫുള്ളും തീരെ. അപ്പോൾ ഒരുപാട് കാലങ്ങൾ ഇങ്ങനെ ഇലകളില്ലാതെ ആയി കഴിഞ്ഞാൽ ചിലപ്പോൾ നമ്മളത് റീപ്പോർട്ട് ചെയ്യേണ്ടത്. പക്ഷേ മഴക്കാലത്ത് ഞാൻ പ്രത്യേകം പറയാം, ഒരിക്കലും റീപ്പോർട്ട് ചെയ്യരുത്. റീപ്പോർട്ട് ചെയ്യാതെ ഇരിക്കുക കേട്ടോ, പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റും ഈ ഒരു ചെടി ഇതിൻ്റെ അടിഭാഗം കംപ്ലീറ്റ് ആയിട്ട് നശിച്ചു പോയിട്ടുണ്ട്. കോഡെക്സിൻ്റെ ഭാഗം ഇതൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. ഇതിലിങ്ങനെ കണ്ടോ കംപ്ലീറ്റ് പോയിട്ടുണ്ട്. ഇതിൻ്റെ അടിഭാഗമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാവില്ല, മേലേക്കൊന്നും ഉണ്ടാവില്ല, പക്ഷേ അടിഭാഗം കേടായി പോയിട്ടുണ്ട്. അതിൻ്റെ മെയിൻ റീസൺ വെള്ളം തങ്ങി നിന്നിട്ടാണ്. ഞാൻ പറയാം എന്താണെന്ന് വെച്ചാൽ, ഇപ്പോൾ നിങ്ങൾ ഈ ഒരു 2 പ്ലാന്റ്സ് നോക്കിക്കേ. ഈ ഒരു വലിയ പ്ലാന്റ് ഞാൻ 4 മാസം മുമ്പ് റീപ്പോർട്ടിംഗ് വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ നിങ്ങൾക്ക് കാണാം ചെറിയ പ്ലാന്റ് ആയിരുന്നു. ഇപ്പോൾ നല്ല അത്യാവശ്യം കോഡെക്സ് ഒക്കെ നല്ല ഉഷാറായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പോട്ടിംഗ് മിക്സ് നോക്കിക്കേ, പെട്ടെന്ന് തന്നെ വാർന്നു പോകുന്നതാണ്. പക്ഷേ ഇതും ഞാൻ ഒരുപാട് മുമ്പേ ചെയ്ത് വെച്ച പ്ലാന്റ് ആയിരുന്നു. ഇതിന് ഞാൻ വളങ്ങളോ കാര്യങ്ങളോ ഒന്നും കൊടുത്തിട്ടില്ല, മഴയും വെയിലും ഒക്കെ കൊണ്ടിട്ടുണ്ടായിരുന്നു. പക്ഷേ കാലക്രമേണ അതിൽ അടിഭാഗം, അതിൻ്റെ റൂട്ടിൻ്റെ ഭാഗം കംപ്ലീറ്റ് ആയിട്ട് ഈ ഓട്ട ഉണ്ടല്ലോ, അടിയിലുള്ള ചട്ടിയിലുള്ള ഓട്ട വന്ന് അടഞ്ഞിട്ട് ഇങ്ങനെ ആയിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ വരുമ്പോഴാണ് വെള്ളം തങ്ങി നിൽക്കുക. അപ്പോഴാണ് നമ്മൾ ഈ ചെടി കേടാക്കുക. കൂടാതെ കൊതുവും വരും കേട്ടോ. അപ്പോൾ ഈ കൊതുവിനെയൊക്കെ നമ്മൾ ഇങ്ങനെ വന്നു കഴിഞ്ഞാൽ എല്ലാ ചട്ടികളിലും നിങ്ങൾ പോയി നോക്കുക, അത് ചെടീനെയും നശിപ്പിക്കും, കൂടാതെ നമുക്ക് രോഗങ്ങളും വരുത്തും. അപ്പം മെയിനായിട്ട് നമ്മൾ ഇതിൽ വെള്ളം തങ്ങി നിൽക്കുന്നുണ്ടോ എന്ന് ആദ്യം തന്നെ നോക്കണം. ഈ ഒരു ചെടി കണ്ടോ ലഷായിട്ട് വന്നിട്ടുണ്ട്, ഒരു തവണ പൂ ഇട്ടതുമാണ്, ഇപ്പം പൂക്കളില്ല കേട്ടോ. അപ്പോൾ ഇതിനെ നമ്മൾ എന്താ ചെയ്യേണ്ടത് വെച്ചാൽ, ഇങ്ങനെ വരുന്ന ചെടികളെ ആദ്യം തന്നെ അത് വെള്ളം തങ്ങി നിൽക്കാതിരിക്കാൻ അടിഭാഗം നിങ്ങൾ ജസ്റ്റ് ഒരു കത്തി വെച്ചിട്ടോ ഒരു ബ്ലേഡ് വെച്ചിട്ടോ അങ്ങോട്ട് കട്ട് ചെയ്തിട്ട് ജസ്റ്റ് ഒരു ഫംഗിസൈഡ് അവിടെ അപ്ലൈ ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ഇതിൽ ഫംഗിസൈഡൊന്നും ഞാൻ അപ്ലൈ ചെയ്തിട്ടില്ല, നിങ്ങൾ കൊടുക്കണം. നല്ല ചെടികളൊക്കെ ആണെങ്കിൽ ഇത് സിംഗിൾ പെറ്റലാണ്. അപ്പം എന്നിട്ട് ഇതിൻ്റെ അടിയത്തെ ഹോൾ ഉണ്ടല്ലോ, അത് ഹോള് വന്നിട്ടുണ്ടോ നോക്കുക, എന്നാലേ വെള്ളം വാർന്നു പോകുള്ളൂ. ഇതിപ്പോൾ കുറേ മുമ്പ് ഞാൻ ചെയ്ത് വെച്ചൊരു പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിനധികം കെയറൊന്നും കൊടുത്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഇതിപ്പോൾ നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം. വെള്ളം ഒഴിച്ച് കഴിഞ്ഞാൽ ഇതിൽ വെള്ളം പോകുന്നുണ്ടോ നമ്മൾ ഉറപ്പ് വരുത്തണം. പൊന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും, ഇതിപ്പോൾ കുറേ മുമ്പേ വെച്ച ആ ഒരു മണ്ണായതിനെ കൊണ്ടാണ് കുറച്ച് സ്ലോ ആയിട്ട് വെള്ളം പോകുന്നത്. അപ്പോൾ മിക്കവാറും വേഗം വെള്ളം വാർന്നു പോകുന്ന മണ്ണ് നമ്മൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ഈ ചെടി കംപ്ലീറ്റ് ഈ മഴയത്ത് നിൽക്കുന്ന അവസരത്തിലുള്ള കാര്യങ്ങളാണ് കേട്ടോ. അപ്പോൾ ഈ പോളിഷീറ്റും സൗകര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കാം എന്നുള്ളതാണ്. നമ്മളെല്ലാവരുടെ വീടുകളിലും ഉണ്ടാകും പ്ലാസ്റ്റിക് കവർ അല്ലേ. അപ്പോൾ അത് നമ്മളെങ്ങനെ പ്രയോജനപ്പെടുത്താം എന്നുള്ളതാണ്. അത് ഡംപ് ചെയ്യാതെ ഇനിയിപ്പോൾ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഈ ട്രാൻസ്പെറൻ്റ് ആയിട്ടുള്ളത് കൂടുതൽ സെലക്ട് ചെയ്യാൻ നോക്കുക. ഇങ്ങനത്തെ അല്ലാതെ ഇതിപ്പോൾ എൻ്റെ കയ്യിൽ ഇതേ ഉള്ളൂ കേട്ടോ. ട്രാൻസ്പെറൻ്റ് ആകുമ്പോൾ നല്ല ഫിൽറ്റേർഡ് ആയിട്ടുള്ള ലൈറ്റ് അതിൻ്റെ ഉള്ളിലേക്ക് വരുമ്പോൾ ചെടിയുടെ ഗ്രോത്തിനെയൊക്കെ നന്നായിട്ട് സഹായിക്കും. അപ്പോൾ ഇതൊരു ഗ്രാഫ്റ്റഡ് പ്ലാന്റ് ആണ്. അപ്പോൾ ഇതിൻ്റെ ഈ ഒരു
പോർഷൻ ഉണ്ടല്ലോ, ഇവിടെയാണ് ഞാൻ കെട്ടിക്കൊടുക്കുന്നത്. കൂടാതെ തന്നെ ചട്ടിയുടെ അടി ഭാഗം ഉണ്ടല്ലോ, അതാ ഈ ഒരു റിമ്മിൻ്റെ ഭാഗത്തു കൂടി ഞാൻ കെട്ടിക്കൊടുക്കുന്നുണ്ട്. അതിൻ്റെ വീഡിയോ ഇടുന്നത് ചെറുതായിട്ട് മിസ്സായി പോയിട്ടുണ്ട്. ഞാൻ അവിടെ കെട്ടുന്നുണ്ട് കേട്ടോ. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം നല്ല മഴയത്ത് ചെടീൻ്റെ ഒരു അവസ്ഥ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. കെട്ടാൻ പോയത് വീഡിയോ എനിക്ക് തോന്നുന്നു ഞാൻ ഓണാക്കിയത് ഓഫാക്കി എന്തോ സംഭവം ചെയ്തു. എന്തായാലും ആ വീഡിയോ മിസ്സായി പോയിട്ടുണ്ട്. ഇതുപോലെ നമ്മൾ കെട്ടണം. കണ്ടോ, അടിയിൽ ഞാൻ കെട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല മഴ പെയ്യുകയാണ്. അപ്പോൾ ശരിക്കും നമുക്ക് മാക്സിമം ഇങ്ങനെ അതായത് ഈ ഷെയ്ഡിലേക്ക് വെക്കാൻ സ്ഥലം ഇല്ലാത്തവർ എന്ത് ചെയ്യാമെന്ന് നോക്കുമ്പം ഈ അടീന്യത്തിൻ്റെ കാര്യം മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. വെച്ചാൽ നമ്മൾ അത്യാവശ്യം നല്ല റേറ്റ് കൊടുത്തിട്ടുള്ള ഈ ഒരു ചെടി വാങ്ങുന്നത്. അപ്പം 1, 2, 3 ചെടിയാണെങ്കിൽ കൂടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക, ഇങ്ങനെ ചെയ്ത് കൊടുത്താൽ കഴിയുന്നതും ഇതുപോലെ വെള്ളം ഇവിടെ ഇങ്ങനെ നിൽക്കുകയുള്ളൂ. അപ്പോൾ കുറച്ച് വെള്ളം നമ്മൾ രാവിലെ ആകുമ്പോൾ ഒന്ന് ജസ്റ്റ് ഒന്ന് ഒഴിവാക്കി കൊടുത്താൽ. പിന്നെ നമ്മൾ പ്ലാസ്റ്റിക് കയറോ എന്ത് കെട്ടുമ്പോൾ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം, വെള്ളം ഉള്ളിലേക്ക് വരുന്നില്ല എന്നുള്ളത് നമ്മൾ ഉറപ്പ് വരുത്തണം കേട്ടോ. എന്താ വെച്ചാൽ ചെറിയ ഗ്യാപ്പൊക്കെ ഉണ്ടെങ്കിൽ ചിലപ്പോൾ ഉള്ളിലേക്ക് ഇങ്ങനെ വെള്ളം പോയി പിന്നെ അടിയിൽ ചീഞ്ഞ് പോകുന്നു നമ്മൾ ശ്രദ്ധിക്കാതെയായി പോകും. ഈ കവർ ഇങ്ങനെ കിടക്കും ചെയ്യും, അടിയത്തെ കോഡക്സ് കെട്ട് കിടക്കുന്നുണ്ടാകും. അപ്പോൾ അത് പ്രത്യേകം ശ്രദ്ധിക്കുക. കവർ നന്നായിട്ട് കെട്ടുമ്പോൾ നല്ല വൃത്തിക്ക് കെട്ടുക, ഉള്ളിലേക്ക് വെള്ളം പോവാത്ത രീതിയിൽ കെട്ടുക. പിന്നെ ഈ ഒരു ചെടി നല്ല മഴയത്ത് വെച്ച് പോയ ചെടിയാണ്. അത് പെട്ടെന്ന് ഷിഫ്റ്റിങ്ങും കാര്യങ്ങളൊക്കെ ആയപ്പോൾ എനിക്ക് അങ്ങനെ ശ്രദ്ധിക്കാൻ പറ്റിയില്ല. അപ്പോൾ ഇതിൻ്റെ ഒരു അവസ്ഥ നിങ്ങൾ നോക്കിക്കേ, ഇല്ല കംപ്ലീറ്റ് ആയിട്ട് ഈ ഒരു ചെടി കേടായി പോകും. സങ്കടം നമുക്ക് സഹിക്കാൻ പറ്റില്ല, പക്ഷെ ഇങ്ങനെയും സംഭവിക്കാം. പിന്നെ ഇത് നോക്കിക്കേ, ഈ ഒരു ഷെയ്ഡ് ഇതിന്റെ മോസ്റ്റ് ഫേവറേറ്റ് ഷെയ്ഡാണ് കേട്ടോ. ഇതുവരെ എനിക്ക് ഈ ഒരു കളറിലില്ല, ഇതിന്റെ വേറെ വേറെ ഷെയ്ഡ്സ് ഉണ്ട്, പക്ഷെ ഈ ഒരു കളറിൽ എനിക്ക് ഇതുവരെ കിട്ടിയിട്ടില്ല. നല്ല ഭംഗിയുണ്ട് കേട്ടോ ശരിക്കും ഇത് കാണാൻ വേണ്ടിയിട്ട്. നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ? ബ്യൂട്ടിഫുൾ ആണ് ഈ ഒരു ഇത്. പക്ഷേ ഇതിൽ ഒരു ഇല പോലും ഇല്ല. പക്ഷെ പേടിക്കേണ്ട, ഇനി നമ്മളെ മഴക്കാലമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത് ശരിക്കും കംപ്ലീറ്റ് ആയിട്ട് വരും കേട്ടോ. നന്നായിട്ട് വരും, നന്നായിട്ട് ഇലകളും വരും. കോഡെക്സ് മാത്രം ഒന്ന് ശ്രദ്ധിച്ചാൽ മതി. നല്ല ഹെൽത്തി ആയിട്ടുള്ള കോഡെക്സ് ആണ് ഇപ്പോൾ ഇവിടെ ഉള്ളത്. പേടിക്കേ വേണ്ട. ചെടിയിൽ ഇനിയിപ്പോൾ പൂവില്ലെങ്കിലും ഇലകളില്ലെങ്കിലും അതിന് മഴ കഴിഞ്ഞിട്ട് നന്നായിട്ട് വളങ്ങൾ നിങ്ങൾ ഇട്ട് കൊടുത്താൽ തീർച്ചയായിട്ടും നല്ല ഉഷാറായിട്ട് നമ്മുടെ ചെടി വരും കേട്ടോ. ഇനി അടുത്ത ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, നമുക്കറിയാം ഈ ഒരു മഴ സമയത്ത് ഏറ്റവും കൂടുതൽ ഹ്യൂമിഡിറ്റി നമ്മുടെ അന്തരീക്ഷത്തിൽ ഉണ്ടാകും അല്ലേ. അപ്പം അതിന് ഏറ്റവും കൂടുതൽ ഈ ബഗ്സിനെയും ഇൻസെക്ട്സിനെയും ഫംഗസിനെയും ഒക്കെ അട്രാക്ട് ചെയ്യാനുള്ളൊരു ടൈമാണ്. അപ്പോൾ ഒരിക്കലും നമ്മൾ ഈ ഒരു സമയത്ത് ഫെർട്ടിലൈസർ കൊടുക്കാതിരിക്കുക. അത് ലിക്വിഡ് ആയിക്കോട്ടെ ഇനി സോളിഡ് ആയിക്കോട്ടെ എങ്ങനത്തെ ഫെർട്ടിലൈസർ നമ്മൾ കൊടുക്കാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ പെട്ടെന്ന് തന്നെ ഇതിനെ അട്രാക്ട് ചെയ്യും. ഈ ഫെർട്ടിലൈസറും കൂടി കൊടുക്കുമ്പോൾ ഇത് മറ്റുള്ള ഈ ഇൻസെക്ട്സും ആഫിഡ്സ്, ആൻസ്, മീലി ബഗ്സ്, സ്പൈഡർ മൈറ്റ്സ് ഇതൊക്കെ വന്നിട്ട് നമ്മുടെ ചെടീൻ്റെ മേലെ വന്നിട്ട് നശിപ്പിക്കും. അപ്പം അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്തായാലും ആഴ്ചയിലൊരു ദിവസം നമ്മൾ സാഫോ അങ്ങനെയുള്ള എന്തെങ്കിലും ഒരു ഫംഗിസൈഡ് ഇതിൻ്റെ ഇലകളുടെ മേലും കൂടാതെ നമുക്ക് മണ്ണിൽ കൊടുക്കാം. അതായത് ഡെയിലി നമ്മൾ വെള്ളം ഒഴിക്കില്ലല്ലോ, ഒരു ആഴ്ചയിൽ ഒരിക്കലൊക്കെയാണ് ഞാനിപ്പോൾ ഇവിടെ ഒഴിക്കുന്നത്. ചിലപ്പം ഡ്രൈ ആയി കഴിഞ്ഞാൽ ഞാൻ വേണമെങ്കിൽ പോയിട്ട് ഒഴിക്കും. നമ്മളെ പോട്ടി മിക്സിനനുസരിച്ചിട്ടിരിക്കും. ചിലതിന് അങ്ങനെ ഇങ്ങോട്ടൊക്കെ ആയി കഴിഞ്ഞാൽ അതിന് മാത്രം നമ്മൾ ഇതാക്കും. അപ്പോൾ ചെടി ശരിക്കും ഇത് നോക്കിക്കുക, അതിൽ ഇലകളൊന്നുമില്ല, പക്ഷെ എന്ത് ഭംഗിയെ നോക്കുക പൂക്കൾ കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ നോക്കുന്ന പോലെയാണ് ചെടീൻ്റെ അവസ്ഥ ഇരിക്കുക. അപ്പം അതെന്തായാലും ശ്രദ്ധിക്കുക. അപ്പോൾ ഈ പറഞ്ഞ പോയിൻറ്റ്സൊക്കെ കുറച്ച് വളരെ സിമ്പിളായിട്ട് നമുക്ക് എല്ലാവർക്കും അറിയുന്ന പോയിൻറ്റ്സ് ആണ്. എന്നാൽ കൂടിയിട്ട് ഇപ്പോൾ ഇതിൻ്റെ അടിയിലൊക്കെ നമ്മൾ യെല്ലോ ഇൻസെക്റ്റ് പോലത്തെ ഒരു സംഭവം ഉണ്ടായിരുന്നു കേട്ടോ. യെല്ലോ കളറിലുള്ളൊരു ഇൻസെക്റ്റ്, അതിനെന്താക്കി പറയാമെന്ന് എനിക്കറിയില്ല. അത് വന്നിട്ട് കംപ്ലീറ്റ് ആയിട്ട് അപ്പോൾ ഞാനതെന്ത് ചെയ്തെന്ന് വെച്ചാൽ മെല്ലെ നന്നായിട്ട് വൈപ്പ് ഓഫ് ചെയ്തു. എന്നിട്ട് നമ്മുടെ ഈ ഒരു ഫംഗിസൈഡ് അടിച്ചു കൊടുത്തു. അപ്പോൾ അത് ഒരുപാട് പ്ലാന്റ്സ് ഉണ്ടാകുമ്പം ഉള്ളൊരു പ്രശ്നമാണ്, ഒന്നിൽ നിന്നും മറ്റേതിലേക്ക് ട്രാൻസ്ഫർ ചെയ്യും. അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ നമ്മളെ ചെടി നല്ല ഉഷാറായിട്ട് വരും. അതുപോലെ ഈ ഒരു ചെടി നോക്കിക്കേ, ഇതിൽ 2 കളേഴ്സാണ്. ഇപ്പോൾ ഇതിൻ്റെ അകത്ത് യെല്ലോ ഷെയ്ഡാണ് ഉള്ളിൻ്റെ അകത്ത് വരുന്നത്. ആ ഒരു സൈഡിലൊരു പിങ്കിഷും പിന്നെ ഉള്ളിലൊരു യെല്ലോ. പക്ഷേ ഇതിൽ നോക്കിക്കേ, ഇതിലൊരു പിങ്കും ഉള്ളിലൊരു ക്രീം ഷെയ്ഡായിട്ടാണ് വരുന്നത്. 2 കളേഴ്സ് പോലെ എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. എന്താണെന്നറിയില്ല. ഇനിയിപ്പോൾ ആദ്യം വിരിഞ്ഞത് ഇങ്ങനെയാണോ, ഇനി രണ്ടാമത്തെ ഒരു സ്റ്റേജ് ഇങ്ങനെയാണോ എന്ന് എനിക്കറിയില്ല. എന്തായാലും എനിക്ക് ഇത് വളരെ ഫേവററ്റ് ആയിട്ടുണ്ട് കേട്ടോ ഈ ഒരു ചെടി. പിന്നെ അതുപോലെ തന്നെ ഇതൊക്കെ നോക്കിക്കേ, ഇത് വേറൊരു ഈ ഒരു കളർ എൻ്റെ കയ്യിലുണ്ട്, പക്ഷേ ഇതിൻ്റെ പൂക്കൾ ഇങ്ങനെ ചിതറിയും കൊണ്ടാണ് അതിൻ്റെ പെറ്റൽസ് ഇരിക്കുന്നത്. അങ്ങനെ ഇപ്പോൾ ഇതിൽ പറഞ്ഞ ഒരു 3-4 പോയിന്റ്സ് ആണെങ്കിലും ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് ആണ് നമ്മളെ മഴക്കാലത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങൾ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ, യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ ആൻഡ് ടേക്ക് കെയർ.